നമസ്കാരം. കാറ്റിൽ പറന്നു നടക്കുന്ന കരിയിലകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവ എങ്ങോട്ടാണ് പറന്നു പോകുന്നതെന്നോ എവിടെയാണ് ചെന്ന് വീഴുന്നതെന്നോ ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. മനുഷ്യബന്ധങ്ങളുടെ അനിശ്ചിതത്വത്തെയും നിസ്സാരതയെയും ഇത്രത്തോളം ആഴത്തിൽ രേഖപ്പെടുത്തിയ മറ്റൊരു മലയാള സിനിമയുണ്ടോ എന്ന് സംശയമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പത്മരാജൻ സംവിധാനം ചെയ്ത എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിരുന്നു കരിയിലക്കാറ്റ് പോലെ. പ്രശസ്ത സിനിമാ സംവിധായകനായ ഹരികൃഷ്ണൻ ഒരു ദിവസം രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നിടത്തു നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിവൈഎസ്പി അച്യുതൻകുട്ടിയെ നിയമിക്കുന്നതോടെ ചിത്രം കൂടുതൽ ഉദ്വേഗഭരിതമാകുന്നു. എന്നാൽ അച്യുതൻകുട്ടിയുടെ സ്വന്തം അനിയൻ പ്രണയിക്കുന്നത് ഈ കൊലപാതക വാർത്ത കേട്ട് തകർന്നുപോയ ശില്പ എന്ന പെൺകുട്ടിയെയാണ്. ഈ ഒരു ബന്ധം കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കൊലപാതക സ്ഥലത്തു നിന്നും ലഭിച്ച തെളിവുകൾ അച്യുതൻകുട്ടിയെ 3 സ്ത്രീകളിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ നീളുന്ന സിനിമ വളരെ അപ്രതീക്ഷിതമായ, സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതാത്ത ക്ലൈമാക്സിൽ അവസാനിക്കുന്നു. സുധാകർ മംഗളോദയം ആകാശവാണിക്ക് വേണ്ടി എഴുതിയ ശിശിരത്തിൽ ഒരു പ്രഭാതം എന്ന റേഡിയോ നാടകമാണ് ഈ സിനിമയ്ക്ക് ആധാരമായത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നാടകത്തിൻ്റെ അവകാശം എഴുതി വാങ്ങി കോവളം സമുദ്ര ഹോട്ടലിൽ ഇരുന്ന് പത്മരാജൻ തിരക്കഥ പൂർത്തിയാക്കി. ആദ്യം അറം എന്നായിരുന്നു ചിത്രത്തിന് പേര് തീരുമാനിച്ചിരുന്നത്. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഭാര്യ രാധാലക്ഷ്മിയും ഒരുപാട് നിർബന്ധിച്ചിട്ടും അറം എന്ന പേര് മാറ്റാൻ പത്മരാജൻ തയ്യാറായില്ല. പിന്നീട് എല്ലാവരും ചേർന്ന് പത്മരാജന്റെ അമ്മയെ സമീപിച്ച് സിനിമയുടെ പേരിലെ പൊരുത്തക്കേടുകൾ ബോധ്യപ്പെടുത്തി. അമ്മയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന അദ്ദേഹം തൻ്റെ മറ്റൊരു ചെറുകഥയുടെ പേര് ചിത്രത്തിനിട്ടു. അങ്ങനെയാണ് കരിയിലക്കാറ്റ് പോലെ എന്ന പേര് ഈ ചിത്രത്തിന് വന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചിട്ടും പതിവ് മാശൈലികളെ പൂർണ്ണമായും ഉടച്ചു വാർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമ ഒരുക്കിയത്. വില്ലൻ ആരാണ് എന്നുള്ള സസ്പെൻസിനേക്കാൾ കഥാപാത്രങ്ങളുടെ ഉള്ളിലെ അന്ധകാരത്തിനാണ് പത്മരാജൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. മോഹൻലാൽ അവതരിപ്പിച്ച പോലീസ് ഓഫീസർ ബഹളങ്ങളില്ലാത്ത ശാന്തനായ ഒരാളായിരുന്നു. പേടിപ്പെടുത്തുന്നതിനേക്കാൾ നിരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ശാന്തമായി കേൾക്കുക, ആളുകളെ നിരീക്ഷിക്കുക, ചെറിയ വിവരങ്ങൾ പോലും ശ്രദ്ധിക്കുക. ഒരു യഥാർത്ഥ അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെയായിരിക്കണമെന്ന് പത്മരാജൻ അച്യുതൻകുട്ടിയിലൂടെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. സംവിധായകൻ ഈ സിനിമയിൽ ആർക്കും വ്യക്തമായ വിധിന്യായം നൽകുന്നില്ല. കാരണം ഇവിടെ ആരും പൂർണ്ണമായും തെറ്റുകാരല്ല. എല്ലാവരും ജീവിത സാഹചര്യങ്ങളാൽ വേട്ടയാടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാവാം ചിത്രം കണ്ട് തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആ ദുരൂഹതയും വേദനയും പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു കരിയില പോലെ പറന്നു നടന്നത്. കാലം എത്ര കഴിഞ്ഞാലും മലയാള സിനിമയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകളുടെ ചരിത്രം പറയുമ്പോൾ ഈ സിനിമയെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇത് വെറും ഒരു കൊലപാതകത്തിന്റെ അന്വേഷണമായിരുന്നില്ല. മനുഷ്യ മനസ്സിന്റെ ഇടവഴികളിലേക്കുള്ള സംവിധായകന്റെ സമാനതകളില്ലാത്ത തീർത്ഥാടനമായിരുന്നു. പ്രിയപ്പെട്ട പത്മരാജന്റെ 2 മണിക്കൂർ 18 മിനിറ്റുകളുള്ള മനോഹര ദൃശ്യകാവ്യം കരിയിലക്കാറ്റ് പോലെ.